കാരണം പോലീസ് അന്വേഷണം ഈ രാത്രി തുടരും. നമുക്ക് അല്പം മുമ്പ് ഡിവൈഎസ്പി അടക്കം നമ്മളോട് സംസാരിച്ചത് പോലീസ് അന്വേഷണം തുടരുന്നുണ്ട്. പക്ഷേ ഈ ഇത്തരത്തിൽ ഇവിടെ ഒരു സ്കെൽട്ടനായിട്ട് പോലീസിനെ വിന്യസിച്ച ശേഷം മറ്റു സ്ഥലങ്ങളിലോട്ടും അടക്കം അന്വേഷണം വ്യാപിപ്പിക്കുമെന്നായിരുന്നു പോലീസ് പറഞ്ഞത്. അതിനിടയിലാണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഈ പോലീസിന് ഈ ഇത്തരത്തിലുള്ള പ്രതിയെ ഈ പരിസരത്ത് നിന്ന് കിട്ടുന്നത്. നമുക്കറിയാം ഈ പ്രദേശത്തിന്റെ ഈ കുണ്ടന്നൂർ ഈ പാലത്തിനോട് ചേർന്നുള്ള ഒരു പൊന്തക്കാടുണ്ട്. ഈ തോടിന് സമീപത്തായി ഒരു പൊന്തക്കാടുണ്ട്. അവിടെ നിന്നും ഒളിച്ച് കിടക്കുകയായിരുന്നു എന്നാണ് നമുക്ക് പിന്നീട് ഈ പോലീസ് നമ്മളോട് പങ്കുവച്ച വിവരം. ഇത്തരത്തിൽ നഗ്നനായി തന്നെയായിരുന്നു ഈ പോലീസിനെ ഇപ്പോൾ ഈ പ്രതിയെ കണ്ടെത്താൻ സാധിച്ചതും അത്തരത്തിൽ തന്നെയായിരുന്നു. നമുക്ക് കിട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഈ പാല രാമപുരത്ത് നടന്ന ഒരു മോഷണ കേസിൽ പ്രതിയായിരുന്നു ഈ സന്തോഷ്. അവിടെ നിന്ന് ആ ഒരു കേസിൽ നിന്ന് പുറത്തിറങ്ങി, ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഇത്തരം ഒരു ഇയാളുടെ ഒരു രീതി, മോഷണ രീതി ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആലപ്പുഴയിൽ അടക്കം നടന്ന മറ്റു മോഷണ ശ്രമങ്ങളുമായി നടന്നിട്ടുള്ള ആ ഒരു രീതിയുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ പാല രാമപുരം കേസ് എന്ന് പറയുന്നതും. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ അന്വേഷിച്ച് പോലീസ് ഈ വിവരങ്ങൾ ശേഖരിച്ച് പ്രതികളിൽ നിന്നടക്കം മറ്റു കുറ്റവാളികളിൽ നിന്നടക്കം പോലീസ് ലഭിച്ച വിവരവും അതുപോലെ തന്നെ ഈ തരത്തിൽ ഒരു കുറ്റകൃത്യം നടത്തുന്ന ഒരാൾ ഇപ്പോൾ നിലവിൽ പുറത്തുണ്ട് എന്നൊരു വിവരം ലഭിക്കുന്നു. അങ്ങനെയാണ് ഇയാളെ ലൊക്കേറ്റ് ചെയ്ത് പോലീസ് ഈ കുണ്ടന്നൂരിലോട്ട് എത്തുന്നത്. പോലീസിനടക്കമുള്ള വലിയ തലവേദന സൃഷ്ടിച്ച ഒരു കേസായിരുന്നു. കാരണം പോലീസ് കയ്യിലെടുക്കുന്നു, പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം പോലീസിൽ നിന്നും വഴുതി മാറി പോകുന്ന ഒരു പ്രതിയായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് പോലെ അവരെ ഏറെ ബുദ്ധിമുട്ടിച്ചു, അല്ലെങ്കിൽ അവരെ വലച്ചു എന്നും നമുക്ക് നേരത്തെ പോലീസ് നമ്മളോട് സംസാരിച്ചപ്പോൾ പോലീസ് പറയുകയുണ്ടായി. ഏതായാലും അവർക്ക് ഒരു ഉറക്കം കെടുത്തുന്ന ഒരു നാണക്കേട് ഒഴിവാക്കുന്ന തരത്തിൽ ഇപ്പോൾ ഇത്ര നേരം വൈകിട്ട് 6:30 മുതൽ ഈ പോലീസ് അന്വേഷണം ആരംഭിച്ചതാണ്. ഈ ഇത്തരത്തിൽ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ഒരു വലിയ സന്നാഹം 50ഓളം വരുന്ന പോലീസ് ആലപ്പുഴയിൽ നിന്നും അതുപോലെ തന്നെ എറണാകുളത്തുമുള്ള പോലീസ് സംഘം ഇവിടെ തമ്പടിച്ച് ഈ അന്വേഷിക്കുകയായിരുന്നു. പുഴയിലടക്കം പുഴയിലോട്ട് ചാടി പോകാനുള്ള സാധ്യത കണക്കെടുത്ത് ഈ തോട്ടിൽ ഡിങ്കി, ഫയർഫോഴ്സിൻ്റെ അടക്കമുള്ള ഡിങ്കി സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു പോലീസ് അന്വേഷണം നടത്തിയിരുന്നത്. അതിൻ്റെ ഈ അധികം വൈകാതെ ഈ ഒത്തിരി രാത്രിയേറെ വൈകുന്തോറും ദുഷ്കരമാകുന്ന ഒരു സാഹചര്യമാണ്. ഈ പ്രദേശത്തൊന്നും മറ്റു വെളിച്ചങ്ങളോ അത്തരത്തിലുള്ള സജ്ജീകരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പോലീസ് അടക്കമുള്ള ഡിങ്കി ബോട്ടുകളിലാണെങ്കിലും പോലീസിനൊരു പരിമിതി ഉണ്ടായിരുന്നു. ഈ പുഴയിലോട്ട് ഇറങ്ങി പരിശോധിക്കുന്നതിനടക്കം, പുഴയല്ല ഒരു തോടിലോട്ട് ഇറങ്ങി പരിശോധനയടക്കം ഒരുപാട് പരിമിതികളുമെല്ലാം ഉണ്ടായിരുന്നു. ടോർച്ച് അടിച്ചും മറ്റുമാണ് ഇത്തരത്തിൽ ഒരു നിരീക്ഷണം നടത്തി വന്നിരുന്നത്. അതിൻ്റെ ഏതായാലും വലിയ നേട്ടമാണ് പോലീസിനെ സംബന്ധിച്ച്. ഒരാളെ ഇന്ന് വൈകിട്ട് കസ്റ്റഡി എടുക്കുമ്പോൾ പോലീസ് ജീപ്പ് തുറന്ന് ചാടിപ്പോയ ആളെ പിടികൂടാൻ കഴിഞ്ഞു ഈ രാത്രിയിൽ തന്നെ. മാത്രമല്ല, നേരത്തെ ആലപ്പുഴയിൽ നിന്ന് രഘുനാഥ് നാരായൺ റിപ്പോർട്ട് ചെയ്തതുപോലെ വലിയ ആത്മവിശ്വാസം പോലീസിനുണ്ടായിരുന്നു. 2-3 ദിവസത്തിനകം റിസൾട്ട് ഉണ്ടാകും എന്നതായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണം. മാത്രമല്ല, ഇന്ന് വൈകിട്ട് സംസാരിക്കുമ്പോൾ ഡിവൈഎസ്പി പറയുന്നുണ്ടായിരുന്നു, ഇടത്തരം വീടുകളിലാണ് ഇത്തരം മോഷണങ്ങൾ ഈ സംഘം സാധാരണ നടത്താറ്. അടുക്കള വാതിൽ തുറന്നാണ് വരാറ്. സൂക്ഷിക്കണം, വലിയ ജാഗ്രത വേണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ പലയിടത്തും രാത്രി സ്ക്വാഡൊക്കെ ആളുകൾ തയ്യാറാക്കുന്നുണ്ടായിരുന്നു. വലിയ ശ്രദ്ധ ഉണ്ടാകണം എന്ന നിർദ്ദേശം നിൽക്കുന്നു. അതിനിടെയാണ് കൊച്ചിയിൽ 3 പേർ പിടിയിലായി. അവർ ഈ മോഷണ സംഘവുമായി ബന്ധപ്പെട്ട ആളുകളാണ് എന്ന വാർത്ത വൈകിട്ട് വരുന്നത്. അതിന് പിന്നാലെ അതിലൊരാൾ ചാടിപ്പോയി, രക്ഷിച്ചത് സ്ത്രീകൾ ഉൾപ്പെട്ടുള്ള സംഘമാണ് എന്ന വിവരം വരുന്നു. പക്ഷേ അതിലൊക്കെ പിന്നീട് വലിയ സ്ഥിരീകരണം ഉണ്ടായില്ല. പക്ഷേ ഇനിയും സ്ഥിരീകരണം ഇക്കാര്യത്തിൽ ആവശ്യവുമുണ്ട്. പക്ഷേ ഈ ചാടിപ്പോയ ആൾ വിലങ്ങ് വെച്ചാണ് പോയത്. ഇയാൾ നഗ്നനായിരുന്നു എന്ന വിവരം പോലീസ് പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. കുണ്ടന്നൂർ പാലം കേന്ദ്രീകരിച്ച് വലിയ തിരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു. ആ തിരച്ചിലുകൾക്ക് ഒടുവിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്, ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നത്. സ്കൂബ സംഘം ഉൾപ്പെടെ അവിടെ കായൽ മേഖലയിൽ ഉൾപ്പെടെ തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു ഇയാൾക്ക് വേണ്ടി. ഇയാളെ പിടികൂടി. ഇയാളുടെ പശ്ചാത്തലം, രാമപുരം സ്വദേശിയാണ് എന്നതടക്കമുള്ള പശ്ചാത്തലമൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പ്രധാനപ്പെട്ട സംശയം, കുറുവാ സംഘമല്ലേ ആലപ്പുഴയിൽ ഈ മോഷണങ്ങൾ നടത്തിയത്? നേരത്തെ പോലീസ് ഒരു സംശയം പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. കുറുവാ സംഘത്തിന് സമാനമായ ഓപ്പറേഷൻ നടത്തുന്ന മറ്റേതെങ്കിലും സംഘമാണോ എന്ന സംശയവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ ഉൾപ്പെട്ട മോഷണ സംഘമാണെങ്കിൽ ഇത് തിരുട്ട് ഗ്രാമങ്ങളിലെത്തിയ കുറുവാ സംഘമല്ല. കുറുവാ സംഘത്തിൻ്റെ മോഡലിൽ ഇവർ നാട്ടിന് പുറത്തെ കള്ളന്മാർ, ഇവിടുത്തെ തസ്കരന്മാർ നടത്തിയ ഓപ്പറേഷനാണ് ആലപ്പുഴയിലുണ്ടായത്. അതാണ് വലിയ ഭീതി വിതച്ചത് എന്നത് വ്യക്തമാവുകയാണ്. പോലീസ് എന്തായാലും ഈ പൊന്തക്കാട്ടിൽ ജലം നിറഞ്ഞ പ്രദേശത്ത് ചതുപ്പ് നിലത്തിൽ വലിയ തോതിൽ സാഹസികമായി ഇടപെട്ടാണ് ഒരാളെ പിടികൂടിയത്. വലിയ തോതിൽ നാട്ടുകാരുടെ ഉൾപ്പെടെ ശ്രദ്ധയും ഇന്ന് ഈ വിഷയം വാർത്തയതിന് പിന്നാലെ ഉണ്ടായിരുന്നു. മാതൃഭൂമി ന്യൂസ് ക്യാമറയിലാണ് ആ പിടികൂടിയ ആളുടെ ദൃശ്യം ആദ്യമായി പ്രേക്ഷകരിലേക്ക് എത്തിയത്. മാത്രമല്ല, പ്രതികരണം, പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രതികരണമൊക്കെ നമ്മൾ കേട്ടതൊക്കെ വളരെ സിമ്പിൾ അല്ലേ എന്ന ആത്മവിശ്വാസമാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പ്രകടിപ്പിച്ചത്. ഈ പിടികൂടിയ ആളെ ഇപ്പോൾ അവിടെ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോവുകയാണ്.